സുരേഷ് ചേട്ടൻ വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു എൻട്രി ഒക്കെ പ്ലാൻ ചെയ്തിരുന്നേട്ടാ. പക്ഷേ പുള്ളി ഇച്ചിരി വൈകി പോയി. പുള്ളി സത്യം പറഞ്ഞാൽ സുരേഷ് ചേട്ടൻ മറ്റേ പാപ്പനിലിട്ട നരയും ആ ഫ്രഞ്ചിന്റെ സ്റ്റൈലും ഒക്കെ പിടിച്ച് എല്ലാം ചെയ്ത് വന്നെത്തിയപ്പോ ഇച്ചിരി വൈകി പോയി. ഞാൻ എല്ലാരോടും പറയാനുള്ള ഒരു കാര്യം, പുള്ളി വരുമ്പോ പുള്ളി അങ്ങനെയൊക്കെ ചെയ്തു വരും, ഫ്രഷ് ആയിട്ട് കാണുന്ന പോലെ ഒന്ന് പെരുമാറിയേക്കണം, ഒരു കൈയടിയൊക്കെ കൊടുത്തേക്കണം കേട്ടല്ലോ. വേറെ ആരുമല്ല. എത്രയോ നാള് പുള്ളി എപ്പോഴും പറയാറുണ്ട്, ഞാൻ സുരേഷിന്റെ ശരീരം വിറ്റ് ശബ്ദം വിറ്റ് ജീവിച്ച ആളാം. ആ അങ്ങനെ പറയുന്ന ഒരാളല്ലേ ഉള്ളൂ. വിളിക്കട്ടെ, ടിനി ടോം. ലെറ്റ്സ് വെൽക്കം ടിനി ടോം. കേരളത്തിലെ 455 സ്റ്റേഷനിലെ 49,000 പോലീസുകാർ ഒരുമിച്ചിറങ്ങിയാലും ഈ എബ്രഹാം മാത്യു മാത്തന് നിന്നെയും പേടിയില്ല, നിന്റെ പോലീസിനെയും പേടിയില്ല. അൾട്ടിമേറ്റ്ലി മാൻ ഇസ് എ ബോൺ ആനിമൽ. സുരേഷേട്ടൻ വന്നു. അപ്പൊ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അൾട്ടിമേറ്റ്ലി മാൻ ഇസ് എ ബോൺ അനിമൽ. ഇതാണ് കേട്ടാ സൗണ്ട്. ഇതാണ് അല്ല എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ലേ സുരേഷേട്ടൻ? അതെ, നിങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞ ടൈം ഏതാണ്? ഏത് സമയത്ത് വരാനാ പറഞ്ഞേ? അല്ല എന്റെ അടുത്ത് ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു, കുറച്ച് വൈകി വന്നാൽ മതി എന്നും പറഞ്ഞൊരു വോയിസ് നോട്ട് കേട്ടോ. ഹലോ ടിനി ടോം, അമൃത TV ന്നാണ്. നിങ്ങൾ വരണമെന്നില്ല കേട്ടോ, കാരണം സുരേഷ് ചേട്ടൻ എന്തായാലും ഉച്ച കഴിയും എത്തുമ്പോ. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം വൈകി വന്നാ മതി. കണ്ടോ, പരിചയമുള്ള സൗണ്ട് ആണല്ലോ ഏട്ടാ. പരിചയമുണ്ട്, എനിക്കും പരിചയമുണ്ട്. ഒരു കേക്ക് കച്ചവടം നടത്തുന്ന ആളുടെ ശബ്ദമാണ് ഇത്. കേക്ക് കച്ചവടം വരെ നടത്തി ജീവിച്ച ആളല്ലേ കോവിഡ് കാലഘട്ടത്തിൽ. അവനാണ് എന്നെ പറ്റിച്ചത്. അവനെങ്ങോട്ട് വിളിക്കട്ടെ. ആ വിളി. അങ്ങനെയാണെങ്കിൽ വിളിക്കേണ്ടത് ഒരാളെയാണ് സുരേഷ് ചേട്ടാ. രമേഷ് പിഷാരടിയാണ്. സ്വാഗതം ചെയ്യാം. എന്ത്? ആ പുറകിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ ഇപ്പം സുരേഷ് ചേട്ടൻ മറ്റേ പുതിയ പടത്തിലെ ഡയലോഗ് പറഞ്ഞോ, എന്ത് കറക്റ്റ് ആയിട്ടാണ് ബാക്കിൽ നിന്ന് സുരേഷ് ചേട്ടന്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ് ഭയങ്കര കയ്യടി ആർപ്പുള്ളിയൊക്കെ ഗംഭീരായിരുന്നു. പാപ്പല്ലേ സിനിമയില് പുള്ളിയെ ഒരു തവണയെ കൊന്നിട്ടുള്ളൂ, നിങ്ങൾ ദിവസവും കൊല്ലുന്നു. അല്ല, ഇവനാണ് സീരിയൽ കില്ലർ യഥാർത്ഥത്തിൽ. ഈ ഇൻഡസ്ട്രിയിലെ സീരിയൽ കില്ലർ ഓരോരുത്തരും കൊന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. സുരേഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം പിഷാരടി. ക്ഷുദ്രജീവികളെല്ലാം ഒന്നിക്കുന്നു അല്ലേ? എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ചേട്ടൻ അല്ലല്ലേ, ഈ ക്ഷുദ്രജീവികളെല്ലാം എന്ന് പറഞ്ഞപ്പോ റീമി അവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള പോലെ നോട്ടം. അങ്ങനെ പറയരുതായിരുന്നു. ഇത് വെട്ട് മറുവെട്ട് തിരുവെട്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ അതിന് തർക്കിക്കും, ഞാൻ ക്ഷുദ്രജീവി അല്ല, ഞാൻ വഴക്കുണ്ടാക്കും. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു, ഞാൻ എല്ലാം അങ്ങ് സ്വീകരിക്കുക. നിങ്ങൾ ക്ഷുദ്രജീവി എന്ന് വിളിച്ചോ, ശരി, ഞാൻ ക്ഷുദ്രജീവി. താങ്ക് യു. റീമിക്ക് ക്ഷുദ്രജീവിയുടെ അർത്ഥം മനസ്സിലായിട്ടില്ല. അവൾ ഐശ്വര്യറായി എന്നൊക്കെ പറയുന്ന പോലെ എന്തോ സാധനമാണ് വിചാരിച്ചിരിക്കുന്നത്. ക്ഷുദ്രജീവി ഹിന്ദി നടി, അതാണ് ക്ഷുദ്രജീവി. ഇപ്പം സുരേഷ് ചേട്ടന്റെ ഈ പരിപാടി നമ്മള് വളരെ ഗംഭീരമായിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ജനനായകൻ എന്നുള്ള ടൈറ്റിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ വെറുതെ ഇരിപ്പം നോക്കിയേ, ആ കാലുമേ കാലും കയറ്റി വെച്ച്. ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞല്ലോ, once a king, always a king. അതെ. മിഥുൻ, സുരേഷ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ കിങ് ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ. ഒരിക്കലും Once a king, always a king എന്ന് പറഞ്ഞതുമേ പിടിച്ചിട്ട് കിങ് ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ബലമായ സംശയം വേറെ ഏതോ ചാനലിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഈ പരിപാടി പൊളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്നാണ്. ഒരു പ്രാസ ചേച്ചി. പക്ഷേ ചേട്ടാ, മീനിന്റെ കാര്യം പറഞ്ഞു. മീൻ കച്ചവടം നേരത്തെ നടത്തിയിരുന്നു. ഇപ്പൊ കേക്ക് ധർമ്മജനല്ലേ? അത് ധർമ്മജനാണ്. എനിക്കൊരു കട ഉണ്ടായിരുന്നു, ഇപ്പൊ കേക്ക് കച്ചവടമാണ്. അല്ല, ഞാൻ നോക്കുമ്പോ ഇവൻ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നിൽക്കണം. എന്താന്ന് വെച്ചപ്പോ ഉണക്കമീൻ മേടിക്കാനോ എന്താന്ന്, അതാവുമ്പോ ചെയ്യൂല, എത്ര കാലമാണെങ്കിലും ഇരുന്നോളൂ. രണ്ടായാലും നമ്മുടെ ഇനി കുറച്ച് നേരം കൂട്ടത്തിൽ സുരേഷന്റെ പടങ്ങളിൽ കാണുന്ന പോലെ തന്നെ പാട്ട്, ഡാൻസ്, ഡയലോഗ്, അടി, ഇടി, വെടി, പോക എല്ലാം. അത് മാത്രമല്ല, എനിക്ക് വളരെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിവിടെ ഇപ്പൊ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് ഓരോ തവണ ആക്ഷൻ എന്ന് പറയുമ്പോഴും മറ്റു ഷൂട്ടിംഗ് പറയുന്ന പോലെയല്ല, നമ്മൾ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി എന്നാണ് കേട്ടിരിക്കുന്നത്. അത് തമ്മിൽ എനിക്ക് ആക്ഷൻ കേൾക്കുമ്പോൾ സുരേഷ് നോക്കാൻ തോന്നും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഒരു വ്യക്തിപരമായ സന്തോഷം കൂടെ പറഞ്ഞിട്ട്, നമ്മളൊരു കാലഘട്ടം മുഴുവൻ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ആ സമയത്തൊക്കെ
കമ്മീഷണർ, കാശ്മീരൻ, തക്ഷശില, യാദവൻ, രജപുത്രൻ, കർമ്മ, ഇങ്ങനെ കെട്ടുകണക്കിന് പടങ്ങള്. ആണെങ്കിലോ സമ്മറിൻ ബത്ലഹേമിന്റെ ആ ഒരു നിഷ്കളങ്ക മുഖവും പ്രണയവർണ്ണങ്ങളൊക്കെ എന്റെ ഒരു ആ ഒരു പ്രായത്തിൽ, പക്ഷെ നമ്മുടെയൊക്കെ ഒരു നമ്മൾ കാണുന്ന നമ്മുടെ സ്വപ്നത്തിലെ കാമുകന്റെ കൂടെയാ ആ ഒരു വരമഞ്ഞളാടിയും ആ ഒരു രാത്രി കൂടി വിടവാങ്ങലൊക്കെ നമ്മളൊക്കെ സ്വപ്നം കാണുമ്പോൾ അയ്യോ ഇതുപോലൊരു ഇത്രയും സുന്ദരനായ ഇത്രയും ഒരു ആറടി പൊക്കക്കാരൻ ഇതുപോലെ ഭംഗിയുള്ള ഇത്രയും ഭംഗിയുള്ള അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ മനുഷ്യന്റെ കൂടെയാണ് ഞാൻ ഇന്ന് ഇവിടെ. നീ മാത്രല്ല, നമ്മളെല്ലാവരും നമ്മൾ കല്യാണം കഴിക്കണമെന്ന് സ്വപ്നം കണ്ടിട്ടില്ല. അതെ, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റിമി പറഞ്ഞ പാട്ടുകളുടെ ലിസ്റ്റിൽ ഒരു മിക്സപ്പ് ഉണ്ട്. ഇത് സത്യത്തിൽ കേരളത്തിലെ മലയാളി പ്രേക്ഷകരുടെ മുഴുവൻ അവരിങ്ങനെ മിക്സ് ചെയ്യും. സമ്മറിൻ ബത്ലഹേമില് പാട്ടും വന്നു, ഒരു രാത്രി കൂടിയും വന്നു, പ്രണയവർണ്ണങ്ങളും വന്നു, രണ്ടും ഒന്നായിട്ടേ തോന്നൂ അല്ലേ? സുരേഷേട്ടാ, ഓടയിൽ നിന്ന് എന്ന് പറയുന്ന സിനിമ സുരേഷേട്ടന്റെ ഐക്കൺസ് ആയിരുന്നു ആ സമയത്ത് ഉള്ള അഭിനേതാക്കളെല്ലാം അല്ലേ? അന്ന് എപ്പോഴും സുരേഷേട്ടൻ പറയണ സത്യമാസ്റ്ററിന്റെയും നസീർ സാറിന്റെയും മധു സാറിന്റെയും ഒക്കെ കാര്യം പറയാറുണ്ട്. അന്ന് സിനിമ കാണുന്നത് അമ്മയുടെ കൂടെ ഇരുന്നാണ്. ഞാനും സുഭാഷും ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നിട്ട് പോലും അച്ഛൻ എടുത്ത സിനിമകൾ പോലും അച്ഛൻ ഇരുന്ന് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കയറ്റി ഇരുത്തിയതിന് ശേഷം അച്ഛൻ പുറത്തുപോയി സിഗരറ്റും വലിച്ചു നിൽക്കും. ഫോൺ അവിടെ ചെന്ന ആ മാനേജറുടെ റൂമിൽ കയറി ഫോൺ വിളിച്ച് അടുത്ത തിയേറ്ററിൽ അടുത്ത ആഴ്ചത്തെ ഇന്ന പ്രിന്റിനുള്ള ക്യാമ്പ് സെറ്റ് ചെയ്യുക. ഇതുമായിട്ട് അച്ഛൻ ഭയങ്കര വർക്കഹോളിക്കായിരുന്നു. ഉറക്കത്തിൽ പോലും ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ ഭാര്യയും ആ ഭാര്യയുടെ 2 മക്കളായിട്ട് പോയിരുന്ന് കണ്ടിട്ടുള്ള സിനിമകളിലെ എല്ലാം നായകന്മാർ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛനായിട്ടാണ്. അപ്പോൾ ആ നായകൻ ഒരു ദുരന്തം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു സന്തോഷം വന്നാൽ, എന്ത് വന്നാലും അത് എൻ്റെ അച്ഛന് സംഭവിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ കടന്നു കയറി. ഇത് സിനിമയാണെന്നൊന്നും അങ്ങനൊരു ബോധ്യം ഇപ്പോഴും ഇല്ല, അന്ന് ഒട്ടുമേ ഇല്ല. ആ കാലഘട്ടത്തിൽ സത്യൻ മാഷായാലും സത്യൻ മാഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തന്നെ SP പിള്ള, ബഹദൂർ, കൊട്ടാരക്കര സാറ്, ഇങ്ങനെ നിരവധി താരങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൽ കൂടിയിട്ടുണ്ട്. കഥനം മുഴുവൻ പേറുന്ന നായകൻ, ഒരു വീട്ടിലെ നാഥൻ എന്ന് പറഞ്ഞാൽ അത് സത്യൻ മാഷാണ്. അപ്പോൾ സത്യൻ മാഷിൻ്റെ ജയിൽ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ എൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുമുണ്ട്. അവരുടെ എല്ലാം സിനിമകളിൽ അച്ഛൻ മണവാട്ടി പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളുമാണ് അവരൊക്കെ. അപ്പോൾ ജയിലിലെ ഒരു ഗാനം ഇപ്പോഴും കേട്ടാൽ വിങ്ങലാണ്, സഹിക്കാൻ പറ്റില്ല. കാറ്ററിയില്ല, കടലറിയില്ല, അലയും തിരയുടെ വേദന, അലയും തിരയുടെ വേദന. കാറ്ററിയില്ല, കടലറിയില്ല, അലയും തിരയുടെ വേദന, അലയും തിരയുടെ വേദന. നസീർ സാറിലേക്ക് വരുമ്പോൾ നിത്യവസന്തം എന്നൊക്കെ പറയുന്നത് പിന്നീട് വീണതാണ്. അന്ന് അദ്ദേഹം ശരിക്കും ചെറുപ്പം തന്നെയാണ്. അതങ്ങനെ തുടർന്നു. അവസാനത്തെ യാത്രയപ്പിന് പെട്ടിയിൽ കിടക്കുമ്പോൾ പോലും അത് തുടരുന്നു, ഇപ്പോഴും തുടരുന്നു. വേറെ ആർക്കും ആ പേര് കിട്ടിയിട്ടുമില്ല. നസീർ സാറ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രണയത്തിൻ്റെയും ജീവിതത്തിലെ എല്ലാ സുഗന്ധത്തിൻ്റെ പര്യായമായിരുന്നു നസീർ സാറ്. അപ്പോൾ നസീർ സാറിനെ ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു ലോ ആംഗിൾ ഷോട്ട് ഉണ്ട്. അത് വിവാഹിതയാണ് സിനിമ. അതില് ഒരു വലിയ ചരിഞ്ഞ ലോൺ, ഇത്രയും സ്റ്റീപ്പാണ്. അതിന് മേളിൽ കൂടാണ് സീരിയൽ ലാമ്പുകളും കാര്യങ്ങളും എല്ലാം. സ്വന്തം കാമുകിയുടെ കല്യാണമാണ്, വേറൊരാൾ കല്യാണം കഴിക്കുകയാണ്. അവിടെ പോയി പാട്ട് പാടുന്നതാണ് സീക്വൻസ്. ഒരു ട്രോളി ഈ താഴെ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ സഞ്ചരിക്കും. നസീർ സാറ് പാടി ഇങ്ങനെ നടക്കുന്നു. എനിക്കതാണ് എൻ്റെ മനസ്സിലുള്ള നമുക്ക് ഭയങ്കര എന്താണ് ജീവിതത്തിന് ഒരുപാട് പുഷ്പങ്ങൾ അർപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ ഒരുപാട് സമ്മാനിച്ചിട്ടുള്ള നടനാണ്, അതുല്യ കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ടില്ലേ, അദ്ദേഹത്തിന്റെ 4 മണിപ്പൂവിരിഞ്ഞ നീലവനം പൊന്നണിഞ്ഞ
മാനോടും മലയരികിൽ ഞാൻ അലയും താഴ്വരയിൽ നാണവുമായി ഓടിവരും പ്രേമവതിക്കോ പൂമണവും കുളിർനീരും കൊണ്ടുവന്നു. ഓഹോ ഓഹോ ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരെ നീ തെന്നലെ തെന്നലെ തെന്നലെ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാനൊക്കെ കൈ ഇടിക്കുന്നുള്ളൂ. കറാറട്ടെ, എന്തോ ഒരു ഫീൽ ഈ പാട്ടിലോട്ട് നമ്മളെ കൊണ്ടുവരും. അതെ, ശരിയാ. റിമീനെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാട്ട്, ഡാൻസ്, കോമഡി ഉണ്ടാവും. ഇപ്പൊ സുരേഷ് ചേട്ടനെ ബുക്ക് ചെയ്തിട്ട് ഇതെല്ലാം കിട്ടും എന്നുള്ളത്. ഫൈറ്റും കിട്ടും, ഫൈറ്റും ഉണ്ട്. അല്ല, അത് മാത്രമല്ല, ആ പരിപാടിയുടെ പൈസ മേടിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും സുരേഷ് ചേട്ടനായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ഓൾറൗണ്ടറാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അദ്ദേഹം നടനാണ്, ഗായകനാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, സംവിധായകനാണ്. ഞാൻ വിളിക്കട്ടെ അദ്ദേഹം? വിളിക്കട്ടെ. Let's welcome നാദിർ ഷാ. ചേട്ടാ നമസ്കാരം. നാദിർ ദിർഷ. ഇതല്ല, ഇത് ഈ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന ആളാണ് മണിയെന്ന്. നാദിർ ദിർഷ എന്ന് പറഞ്ഞത് നമ്മുടെ സ്കിറ്റില് അറേബ്യൻ ഡ്രീംസില് അല്ലേ? ഹിന്ദിക്കാർക്ക് നസറുദ്ദീൻ ഷാ ആണെങ്കിൽ നമുക്ക് നാദിർ ഷാ. അതെ, എന്റെ മോളിവുഡ് ബാദ്ഷയാണ് എന്റെ ബോളിവുഡ് ബാദ്ഷാ. എല്ലാ ഷായും ആയല്ലോ ഇപ്പോ. തലതൊട്ടപ്പൻ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് മാവേലിയുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള മലയാളത്തിലെ ആളാരാണെന്ന് ചോദിച്ചാൽ ദേ മാവേലി കൊമ്പത്ത്. ഒന്ന് ദേ മാവേലി കൊമ്പത്ത് ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോടൊക്കെ അവിടെ നിൽക്കട്ടെ. വീടിന്റെ പേരെന്താ? മാവേലിൽ ഹൗസ്. വീടിന്റെ സ്ഥലം ഏതാ? അത് ആദ്യമായിട്ടാ കേൾക്കുന്നത്. അതായത് ചേട്ടാ കണക്ഷൻ പറയാം. വീട്ടുപേര് മാവേലിൽ ഹൗസ്. ഞാൻ ജനിച്ചത് പാതാളം, ഏലൂര് പാതാളത്തിൽ, അവിടുത്തെ ഒരു ഹോസ്പിറ്റല്, പാതാള ഹോസ്പിറ്റല്. അത്താഘോഷം നടക്കുന്ന അന്നാണ് ഞാൻ ജനിക്കുന്നത്, അത്തത്തിന്റെ അന്ന്. ഞാനിപ്പോ പോയി താമസിക്കുന്നത് തൃക്കാക്കര അമ്പലത്തിന്റെ തൊട്ടടുത്ത്. ചവിട്ടി താത്തിയത് ടിനി ടോം. വെറുതെ ഒരു പ്രാസം ഒപ്പിച്ച് തട്ടിവിട്ടാ, വേറെ ആരും കിട്ടില്ല അവന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ചേട്ടനൊപ്പമുള്ള അഭിനയ അനുഭവം പറയാനുണ്ടല്ലോ അല്ലെ? മാനത്തെ കൊട്ടാരം. രണ്ടാം ഭാവം ലാൽ ജോസ് ആണ് ഡയറക്ടർ. അപ്പൊ ലാൽ ജോസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് എങ്ങനെ സുരേഷ് ചേട്ടന്റെ പടം പറഞ്ഞപ്പോൾ ഞാനൊരു തൊപ്പി വെച്ചിട്ട് ഒരു ദിവസം ലാൽ ജോസിന്റെ വീട്ടിൽ പോയി. അപ്പൊ ലാലും ഇങ്ങനെ നോക്കിയിട്ട്, എടാ ഇത് കൊള്ളാല, നിനക്ക് ഈ ഒരു ക്യാരക്ടർ ഉണ്ട്, അതിൽ ഒന്ന് 2 സീനുള്ളൂ. ആ 2 സീൻ കഴിയുമ്പോൾ ഒരു പാട്ട് സീനിലുണ്ട്. ആ പാട്ട് സീൻ കഴിയുമ്പോൾ നിന്നെ സുരേഷ് ചേട്ടൻ വന്ന് കൊന്നുകളയും. ഞാൻ പറഞ്ഞു, സുരേഷ് ചേട്ടൻ എന്നെ കൊല്ലുന്ന തരത്തില് അത്രയും വില്ലണ്, അത് കഥാപരമായിട്ട് വേറെ ഉണ്ട്, സുരേഷ് ചേട്ടനാണ് നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞു. സെലിം കുമാറിന്റെ അടുത്ത് വന്ന് ഈ കഥ പറയാ, എടാ എനിക്ക് സുരേഷ് ചേട്ടന്റെ പടത്തിൽ ലാൽ ജോസ് ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ഒരു വേഷം കിട്ടിയിട്ടുണ്ട്. എന്താണ് നിന്റെ വേഷം? ഞാൻ പറഞ്ഞു, സോങ് സീക്വൻസിന് മുമ്പ് 2 സീനുണ്ട്, അത് കഴിഞ്ഞൊരു പാട്ട്. ആ പാട്ട് കഴിയുമ്പോൾ പാട്ടിന്റെ അവസാനം സുരേഷ് ചേട്ടൻ വന്നു എന്നെ കൊല്ലുന്നു. നീ എന്ത് വില കൊടുത്തും എനിക്ക് ആ കൊല്ലണ സീക്വൻസ് ഒന്ന് മേടിച്ചോ. ഞാൻ വരുന്നു, ഞാൻ നിന്നെ കൊല്ലുന്നു, പോകുന്നു. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ? നീ ആ പടത്തിൽ 2 സീൻ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നിന്നെ കൊല്ലുമ്പോ എനിക്ക് നല്ല കൈയടി കിട്ടുന്നു. സുരേഷ് ചേട്ടനുമായിട്ട് മാനത്തെ കൊട്ടാരം ഫസ്റ്റ് അല്ലേ? ഒരുപക്ഷെ നായകനായിട്ടുള്ള ഫസ്റ്റ് പടമല്ലേ മാനത്തെ കൊട്ടാരം? മാനത്തെ കൊട്ടാരം ഒരു തുല്യ കഥാപാത്രങ്ങൾ വെച്ചിട്ട് ദിലീപ് ആയിരുന്നു ആ പടത്തിലെ ഹീറോ. പക്ഷെ അത് ജീവിതത്തില് വലിയ ഒരു കുറെ കാര്യങ്ങൾ ചെയ്യുന്ന എനിക്കൊരു ബിഗ് ബ്രദറിന് ആ സിനിമ തന്നു. ആ സിനിമ ആദ്യത്തെ 2 ദിവസം ആളില്ല. കാരണം സുരേഷ് ഏട്ടന്റെ പോസ്റ്റർ ഒട്ടിച്ചു. സുരേഷ് ഏട്ടന്റെ പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം 5-ാം ദിവസം ആള് കയറി തുടങ്ങി. ഇതേപോലെ തന്നെ വേറൊരു പടം നോട്ട്ബുക്ക്, ഫുൾ പുതുമുഖങ്ങളുള്ള പടത്തില് സുരേഷ് ഏട്ടൻ മാത്രമാണ് അതിനകത്ത് വന്ന് ചെയ്തത്. ഒരൊറ്റ സീക്വൻസ്. സുരേഷ് ഏട്ടൻ ചെറിയ വേഷങ്ങൾ ചെയ്ത ഹിറ്റ് പടങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്. ബ്രിഗേഡിയർ അലക്സാണ്ടർ. അതെ, ഞങ്ങളുടെ മിമിക്രി അസോസിയേഷന്റെ രക്ഷാധികാരി ആണ്, പേറ്ററാണല്ലോ. ഞങ്ങളുടെ ഒരു ധൈര്യമാണ്. നാദർഷക, നമുക്ക് ഈ യാത്രയിൽ നാദർഷയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും. അവിടെ സുരേഷ് ഏട്ടന്റെ അടുത്ത് പോയിരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.